അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ഇവിടെ UDF ആണോ വരിക LDF ആണോ വരിക എന്നുള്ള കാര്യത്തിൽ. സത്യം പറഞ്ഞാൽ എനിക്കും ആ പേടിയിട്ട് നമ്മുടെ സാഹിബുമാരൊക്കെ പറയുന്നുണ്ട് ജയിക്കുമെന്ന്. പക്ഷേ എനിക്ക് അത്ര വിശ്വാസം പോരാ. ഞാനൊരു കുട്ടീനെ അതിന് റെഡിയാക്കിയാണ്. പഴയ കാലത്ത് കണ്ട ഈ കല്യാണം മുടങ്ങുമ്പോൾ അത് ആരെ മുടക്കണമെന്ന് അറിയാൻ വേണ്ടി ആളെ വിടുന്ന ഒരു പരിപാടി. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഒരു കുട്ടീനെ റെഡിയാക്കി. ഓൻ പോയി അറിഞ്ഞിട്ട് വന്നാൽ നമുക്കൊരു സമാധാനം കിട്ടുമല്ലോ, അതിനും വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട് കുട്ടി? ഞാനിപ്പോ ഒരു തെങ്ങുംതോട്ടത്തിലാണ് നിൽക്കുന്നത്. അവിടെ ഒരു കർഷകനുണ്ട്. നമുക്ക് കർഷകനോട് ചോദിക്കാം, ഇത്തവണ കേരളം ആര് ഭരിക്കുന്നത്? അതെ, പേര്? എന്റെ പേര് വാസു. ഞാനൊരു ചാനലിനാണ് വരുന്നത്. അപ്പൊ അടുത്ത തവണ ആര് ഭരിക്കും? ഒറ്റ ചോദ്യം, ഒരു ഉത്തരം. കേരളം ഭരിച്ചോട്ടെ, CPM ഭരിച്ചോട്ടെ, നല്ലല്ലേ? ഓരെല്ലാം കൊണ്ട് ഉച്ചാറാണ്. അവരെല്ലാം കൊണ്ട് ഉഷാറാണെന്ന് താങ്കൾ പറയുന്നത്. അപ്പൊ എല്ലാം കൊണ്ട് ഉച്ചാറാ. മറ്റോലെ ഇവിടെ വന്ന ഇവിടുത്തെ ജനങ്ങളൊന്നായിട്ട് മുക്കറിടും, ജീവിക്കാൻ പറ്റാതെ തെണ്ടും. നമ്മള് ഹോസ്പിറ്റലിൽ ചെല്ലുകയാണെങ്കിൽ എല്ലാം കൊണ്ട് ഉഷാറല്ലേ? എല്ലാം കൊണ്ട് ഉഷാർ. പിന്നെ മാസം നമുക്ക് അരി കിട്ടുന്നില്ല, റേഷനയുടെ പോലെ കിട്ടുന്നുണ്ട്. പിന്നെ പെൻഷൻ, എന്നെ പോലുള്ള ആളുകൾ നോക്കണ ഇപ്പൊ അതൊക്കെയാണല്ലോ. അടുത്ത് പിടിച്ചു. അപ്പൊ എന്നെ പോലുള്ള ആൾക്കാർ ഇപ്പൊ അതൊക്കെ നോക്കണതേ. നമ്മളെ അമ്മമാർക്ക്, നമ്മളെ ഉമ്മമാർക്ക്, നമ്മളെ അച്ഛനും വാപ്പാക്ക് ഇവർക്കൊക്കെ പെൻഷൻ കറക്റ്റ് ആയിട്ട് കിട്ടും. 2000 റുപ്യക്ക്. മറ്റോല് വന്നാലും ഞാൻ അതാ പറഞ്ഞു, ഓല് കൊടുക്കാൻ വേണ്ടി മുക്കറടോ. അപ്പൊ നമ്മളെ വാസ് പറയുന്നത് അടുത്ത തവണയും CPM ആണ് കേരളത്തിൽ ഭരിക്കുന്നതെന്നാണ് പറയുന്നത്. ഒന്നാന്റെ പോത്ത ഞാൻ പറഞ്ഞ കേക്ക് ആരാന്റെ മേള തിന്നണ്ട, ഞാൻ കൊണ്ടുവന്ന പൊന്നില്ലേ അത് മാത്രം നിന്നാ മതിന്ന്. ഈ മൂലിയാളമായി ആകല്ലേ പൊന്നാരന്റെ പോത്തെ കൊടുത്തിട്ട് മാത്രം തിന്നോ? പറഞ്ഞാ മനസ്സിലാക്കുക. താങ്കളെ പേര്? എന്റെ പേരറിയാവുന്ന ഒരാളിന്ന് കേരളത്തിനുണ്ടാവൂല. അത്രയും വലിയ പേരാണോ? മുള്ളൻ അംസ. അതാണ് എന്റെ പേര്. ഓക്കെ, നിങ്ങൾ പറഞ്ഞൊക്കെ ശരി. അടുത്ത തവണ UDF ആണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എന്താ ഞാൻ പറഞ്ഞേ? UDF വരെ അത് നടക്കൂല. അതായത് UDF വന്നാലുള്ള അവസ്ഥ ഞാൻ കഴിഞ്ഞുതരാം. ഇപ്പൊ ആ ബോധം തന്നെ പോന്ന് ഈ മൂന്നും പോന്നും കൂടിയതാണല്ലോ ഈ UDF എന്ന് പറഞ്ഞത്. മാറ്റൊന്നും ചെല്ലോ. രാവിലെ ഒരു കെട്ട് മുല്ലുണ്ടോടുന്നത്. എന്നിട്ട് അതെന്താ ചെയ്യുന്നത്? ആരാന്റെ മേളാൻ പോയി തിന്നാണ്. ഈ അവസ്ഥ ആകുമ്പോൾ UDF വന്നാൽ ഉണ്ടാകാന്ന്. അപ്പൊ എന്തുകൊണ്ടും UDF വരാത്താണ് ആൾക്കാർക്ക് നല്ലത്. എന്റെ ഉണ്ണി CPM വന്നോണ്ട് അതാ നല്ലത്. എന്റെ ഉണ്ണി ഈ UDF എന്ന് പറഞ്ഞാൽ അപ്പൊ എനിക്ക് ദേഷ്യം പിടിക്കും. അതാണ്. അടുത്ത തവണയും CPM ഭരണത്തിൽ വരണമെന്നാണ് അംസാക്ക പറയുന്നത്. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.